നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 15-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതി ഇന്ന് ജൂൺ 15 മുതൽ തുടക്കമാവുകയാണ്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സൗജന്യ യാത്രയാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. പൂർണ്ണമായും സൗജന്യമായ ഈ യാത്ര ആസ്വദിക്കാൻ യാത്രക്കാർ ബസ്സിൽ കയറിയ ഉടൻ തന്നെ കണ്ടക്ടറോട് പറഞ്ഞ് 0 രൂപ രേഖപ്പെടുത്തിയ സീറോ വാല്യൂ ടിക്കറ്റുകൾ നിർബന്ധമായിട്ടും കൈപ്പറ്റേണ്ടതുണ്ട്. യാത്രക്കാരുടെ കൃത്യമായ എണ്ണം തിട്ടപ്പെടുത്തുന്നതിനും സർക്കാരിൽ നിന്ന് KSRTCക്ക് സബ്സിഡി ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം പ്രത്യേക ടിക്കറ്റുകൾ നൽകുന്നത്. പ്രിയദർശിനി എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകളുള്ള സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, അതോടൊപ്പം തന്നെ ടൗൺ ടു ടൗൺ എന്നീ 7 വിഭാഗം ബസ്സുകളിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സൗജന്യ നിരക്ക് ഒഴികെ മറ്റ് യാത്രക്കാർക്കുള്ള എല്ലാ നിയമങ്ങളും ഇവർക്കും ബാധകമായിരിക്കും. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ 500 രൂപ പിഴ ഈടാക്കുന്നതാണ്. കൂടാതെ ഈ ആനുകൂല്യം അത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇവർക്കൊപ്പം യാത്ര ചെയ്യുന്ന 5 മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് പകുതി ടിക്കറ്റും, അതായത് ഹാഫ് ടിക്കറ്റും, 12 വയസ്സിന് മുകളിലുള്ളവർക്ക് പൂർണ്ണ ടിക്കറ്റും, ഫുൾ ടിക്കറ്റും എടുക്കേണ്ടതുണ്ട്. കണ്ടക്ടർ നൽകുന്ന ഇലക്ട്രോണിക് ടിക്കറ്റിൻ്റെ മുകളിൽ പ്രിയദർശിനി എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് യാത്രക്കാർ ഉറപ്പ്. വാഹന ഊർജ്ജ മേഖലകളിലൊക്കെ തന്നെ സമഗ്രവും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 100% എത്തനോൾ നിയമപരമായിട്ടുള്ള വാഹന ഇന്ധനമായി ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന ചരിത്രപരമായിട്ടുള്ള ഉത്തരവിൽ കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രി നിതിൻ ഗഡ്കരി ഒപ്പുവെച്ചിരിക്കുകയാണ്. ഔദ്യോഗിക രേഖകളിലൊക്കെ തന്നെ ഒപ്പുവെച്ച വിവരം അദ്ദേഹം ജനങ്ങളെ അറിയിച്ചതോടെ രാജ്യത്തെ ഗതാഗത ശൃംഖലയിലുടനീളം പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ശുദ്ധ ജൈവ ഇന്ധനം വാണിജ്യാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്നതിനും അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് നിശ്ചയിക്കുന്നതിനുമുള്ള നിയമപരമായിട്ടുള്ള വഴികളാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് തുറക്കപ്പെട്ടിരിക്കുന്നത്. E100 എന്ന പേരിൽ വിപണിയിലെത്തുന്ന ഈ ഇന്ധനം അന്തരീക്ഷ മലിനീകരണവും അതോടൊപ്പം തന്നെ കാർബൺ പുറന്തള്ളലുമൊക്കെ തന്നെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സഹായിക്കുമെന്നത് പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് വലിയൊരു നാഴികക്കല്ലാകും. കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും കരിമ്പിൽ നിന്നുമൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം കർഷകർക്ക് പുതിയൊരു വരുമാന മാർഗം സൃഷ്ടിക്കാനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താനും സഹായിക്കും. മാത്രമല്ല, പ്രതിവർഷം ലക്ഷക്കണക്കിന് കോടി രൂപ വിദേശ വിപണിയിലേക്ക് ഒഴുക്കുന്ന അസംസ്കൃത എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് വലിയ തോതിൽ കുറയ്ക്കാനും അതുവഴി രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും സ്വാശ്രയത്വമൊക്കെ തന്നെ കൈവരിക്കാനും സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധരുമൊക്കെ തന്നെ ഒരേപോലെ കണക്ക് കൂട്ടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് ആശ്വാസ കിരണം പദ്ധതി. ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കിടപ്പിലായ രോഗികൾ എന്നിവരെയൊക്കെ തന്നെ പരിചരിക്കുന്നവർക്കായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. രോഗികളെ പരിചരിക്കുന്നത് വഴി പരിചാരകർക്ക് അവരുടെ തൊഴിൽ ദിനങ്ങളും വരുമാനവും നഷ്ടപ്പെടാറുണ്ട്. ഇതിനൊരു ചെറിയ ധനസഹായം അല്ലെങ്കിൽ ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ഈ ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് പുതുക്കേണ്ട സമയമാണിത്. ജൂൺ മാസം 30-നകം ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവാ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ എന്നിവ വഴിയൊക്കെ തന്നെ ഇപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ കൃത്യമായി അറ്റാച്ച് ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. സമയത്ത് പുതുക്കിയില്ലെങ്കിൽ ആനുകൂല്യം മുടങ്ങുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി 2018 ഏപ്രിൽ 1-ന് ശേഷം അപേക്ഷ സമർപ്പിച്ചിട്ടും തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ കുടിശ്ശിക ലഭിക്കുന്നതിനായിട്ട് വീണ്ടും പുതുക്കാനുള്ള അവസരമുണ്ട്. ഇതിനായിട്ട് മുൻപ് അപേക്ഷയോടൊപ്പം നൽകിയ രേഖകൾ അത് ഒരിക്കൽ കൂടി റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വേണം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട്. കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാനായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പറുകളും ലഭ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ജൂൺ 19-ന് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വരാനിരിക്കുന്ന ജൂൺ 19-ാം തീയതിയോടെ മാത്രമേ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ക്ഷേമ പെൻഷൻ തുക ഒറ്റയടിക്ക് 3000 രൂപയാക്കി ഉയർത്താൻ സാധ്യത കുറവാണെങ്കിലും ഇത്തവണ 200 രൂപയുടെയെങ്കിലും ഒരു വർധനവ് വരുത്താനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഘട്ടം ഘട്ടമായി കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും പെൻഷൻ തുക 3000 രൂപയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. എന്നാൽ പുതിയ സർക്കാരിൻ്റെ തിരക്കുകൾ കാരണം സാധാരണ ജൂൺ മാസത്തിൽ നടക്കാറുള്ള വാർഷിക മസ്റ്ററിങ് ഇത്തവണ 2-3 മാസമൊക്കെ വൈകി, അതായത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് നീളാൻ സാധ്യതയുണ്ട്. ഏതായാലും പെൻഷൻ വിതരണത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു.
ഈ സാമ്പത്തിക വർഷത്തെ പെൻഷൻ തുകയുടെ വിതരണം, അത് പെൻഷൻ പദ്ധതിയിലെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ തന്നെ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം 19-ാം തീയതിയോടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. പ്രത്യേകിച്ചും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ ഈ തീയതി ഓർത്ത് വയ്ക്കുക. നിലവിൽ 2000 രൂപയാണ് നമുക്ക് ആനുകൂല്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട് എല്ലാ മാസത്തെയും അവസാന ആഴ്ചകളിലാണ് പെൻഷൻ വിതരണം നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ബജറ്റിന് ശേഷം വരുന്ന ഔദ്യോഗിക അറിയിപ്പുകളെയൊക്കെ ആശ്രയിച്ചിരിക്കും സർക്കാർ ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുന്നത്. അതിനാൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും ഇതൊരു പ്രധാന അറിയിപ്പായി തന്നെ കരുതുക. ഇനി മറ്റൊരു പ്രധാന കാര്യം, അത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഉൾപ്പെടുന്ന വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ തന്നെ വാങ്ങുന്ന ഗുണഭോക്താക്കൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങളിൽ ആരെങ്കിലും ഇനിയും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അത് സമർപ്പിക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് ആധാറിൻ്റെ കോപ്പി സഹിതം എത്രയും വേഗം അതത് പഞ്ചായത്ത് ഓഫീസുകളിൽ എത്തിക്കേണ്ടതാണ്. ജൂൺ മാസം 30-ാം തീയതിയോടെ ഇതിൻ്റെ സമയപരിധി അവസാനിക്കും. ജൂലൈ മാസം മുതൽ ഈ സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെയൊക്കെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ താൽക്കാലികമായിട്ടോ അല്ലാതെയൊക്കെ റദ്ദാക്കപ്പെടുന്നതിനുള്ള സാഹചര്യമുണ്ടാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ലോകകപ്പിനോട് അനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് സപ്ലൈകോ സോക്കർ 11 എന്ന പേരിലാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ഇന്ന് ജൂൺ 15 മുതലാണ് ഈ പദ്ധതിക്ക് തുടക്കമാകുന്നത്. ലോകകപ്പിലെ പ്രമുഖ 11 ടീമുകളെ സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആകർഷകമായ ഈ വിലക്കിഴിവ് ക്രമീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഓരോ മത്സരത്തിലും ടീമുകൾ നേടുന്ന ഗോളുകളുടെ എണ്ണത്തിന് തുല്യമായ ശതമാനം വിലക്കിഴിവ് ആ ടീമുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ശബരി ഉൽപ്പന്നത്തിന് ലഭിക്കും. ഈ വിലക്കിഴിവ് നിരക്ക് അത് ആ ടീമിൻ്റെ അടുത്ത മത്സരം ആരംഭിക്കുന്നത് വരെ മാത്രമായിരിക്കും ലഭ്യമാവുക. തുടർന്ന് പുതിയ മത്സരത്തിലെ ഗോൾ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലക്കിഴിവ് പുതുക്കി നിശ്ചയിക്കുകയും ചെയ്യും. ലോകകപ്പിൽ നിന്ന് ടീമുകൾ പുറത്താകുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ ഓഫറുകളും അതോടെ അവസാനിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നലെ മാറ്റമില്ലാതെയാണ് വ്യാപാരം പുരോഗമിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം ഇന്നലെ സ്വർണ്ണവില സ്ഥിരത പാലിക്കുകയായിരുന്നു. 2026 ജൂൺ 14 ഞായറാഴ്ച ഒരു പവൻ സ്വർണ്ണത്തിന് 1,09,320 രൂപയും 1 ഗ്രാം സ്വർണ്ണത്തിന് 13,000 ആവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.